BSNL ഡിവിഷണൽ മാനേജരായി റിട്ടയർ ചെയ്ത പാപ്പച്ചൻ്റെ കൊലപാതകം കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകം തന്നെയാണ്. കൊല്ലം ഈസ്റ്റ് പോലീസ് ആണത് ആ കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. പാപ്പച്ചൻ പന്തളം കുടിശനാട് സ്വദേശിയാണ്. ഭാര്യയും മകളുമായിട്ട് അല്പസ്വല്പം സ്വരച്ചേർച്ചയില്ലാതെ അവർ മാറി താമസിക്കുകയാണ്. വർഷങ്ങളായിട്ട് പാപ്പച്ചൻ കൊല്ലത്താണ് താമസിക്കുന്നത്. കൊല്ലം വിട്ടെങ്ങും പോകില്ല. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പം 36 ലക്ഷം രൂപ മുത്തൂറ്റ് ഓല ബ്രാഞ്ചിലെ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അവരുടെ പ്രേരണയൊക്കെ കൊണ്ട് പല ബാങ്കിലായിട്ട് 50 ലക്ഷം കൂടെ ഉണ്ടായിരുന്നു പെൻഷനുമായിട്ട് കിട്ടിയതുമല്ല. അതെല്ലാം പലയിടത്തും കളക്ട് ചെയ്ത് ഒന്നിച്ചിട് കൂടുതൽ പലിശ തരാം എന്നാണ് ഓല ബ്രാഞ്ച് മുത്തൂറ്റിലെ സരിത പറയുന്നത്. അവരുമായിട്ട് നല്ല അടുപ്പമുണ്ട്. 36 ലക്ഷം അവിടെ കിടപ്പുണ്ട്, അതിൻ്റെ പലിശ വാങ്ങാൻ പോവും വരും. അങ്ങനെ അവിടുത്തെ ജീവനക്കാരുമായിട്ട് അടുപ്പമുള്ളത് കൊണ്ട് ബാക്കിയുള്ള പൈസയും കൂടെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി 86 ലക്ഷം രൂപയും ഒന്നിച്ച് മുത്തൂറ്റിലെ ഓല ബാങ്കിൽ ഇട്ടു. ആ 86 ലക്ഷം രൂപയ്ക്ക് കൊടുത്ത 50 ലക്ഷം രൂപയ്ക്ക് കൊടുത്ത അതിൻ്റെ ഡോക്യുമെൻ്റ് ഫോർജ്ഡ് ആണ് എന്ന് പാപ്പച്ചന് മനസ്സിലായി. അത് വേറെ ബാങ്കിലൊക്കെ പോയി കഴിയുമ്പോൾ ഇവരുടെ തന്നെ വേറെ ബ്രാഞ്ചിൽ ചെന്ന് ചെക്ക് ചെയ്യുമ്പോഴോ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭിക്കും. മറ്റൊരു കാര്യം, ഇവർ 86 ലക്ഷം രൂപയുടെ പലിശയ്ക്ക് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അത് തന്നെയല്ല, തന്നത് ഡോക്യുമെൻ്റ് ഫോർജ്ഡ് ആണ് എന്നും മനസ്സിലായി. അപ്പോൾ അതേ സംബന്ധിച്ച് ചില തർക്കങ്ങളും ബഹളവും ഉണ്ടായി. പിന്നെ അവരൊന്നും ആലോചിച്ചില്ല. പണം കൊടുക്കാനും കഴിയില്ല. പണം സരിതയുടെ കയ്യിൽ നിന്നും മറിഞ്ഞു പോയിരിക്കുന്നു. ഇനി അയാളുടെ അന്ത്യം തന്നെ ലക്ഷ്യം. സരിത നേരത്തെ തിരുവനന്തപുരത്ത് ചില വാഹനം ഫൈനാൻസ് ചെയ്യുന്നതും വാഹന വായ്പ കൊടുക്കുന്ന ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ധാരാളം ആൾക്കാർ ആയിട്ട് പരിചയമുണ്ട്. വാഹനം കച്ചവടം, വാഹനം ഫൈനാൻസ് ഒപ്പിച്ചു കൊടുക്കുന്നതും റീസെയിലും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പം കുറേയൊക്കെ ക്രിമിനൽ സൈഡിലുള്ള ആൾക്കാരുമായിട്ട് സരിതയ്ക്ക് നല്ല പരിചയമായി. ഇപ്പോൾ ഇവിടെ വന്ന ശേഷം അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കാം. അങ്ങനെയാണ് അനുമോൻ എന്ന വാഹനത്തെ വിറ്റോ അല്ലെങ്കിൽ വാഹനത്തിനെ മറിച്ചു വിറ്റോ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഗുണ്ട, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടാണ് അനുമോനുള്ളത്. അനുമോന് തിരുവനന്തപുരത്ത് ഇവർ ഈ വാഹന വായ്പ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വാഹന കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നപ്പം പരിചയപ്പെട്ടതാണ്. ഏതായാലും അനുമോന് ഒരു കൊട്ടേഷൻ കൊടുത്തു. കാരണം ഈ പണം ഒരു തരത്തിലും ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇയാൾ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പണം തങ്ങൾക്ക് എടുക്കാം. കാരണം അയാളും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സ്വരച്ചേർച്ചില്ല നിൽക്കുകയാണ്, ഒറ്റയ്ക്കാണ് താമസം. അതുകൊണ്ട് ഇയാളൊരു മരണം ഉണ്ടായാൽ ഈ തട്ടിച്ച ഫോർജ് ഡോക്യുമെൻ്റ് കൊടുത്ത 50 ലക്ഷം രൂപ അതിനൊരു പരിഹാരമാവും. ബാക്കി 36 ലക്ഷം രൂപ ഉണ്ട്, 86 ലക്ഷം രൂപ അതുകൂടെ തങ്ങൾക്ക് ലഭിക്കും എന്നാണ് കണക്ക് കൂട്ടിയത്. അതിവിടെ പാളി. കാരണം കൊട്ടേഷൻ കൊടുത്തു. 2-3 പ്രാവശ്യം ഈ കൊട്ടേഷൻ എടുത്ത അനുമോനും അയാളുടെ കൂട്ടുകാരൻ മാഹീനും കൂടെ ചേർന്ന് ആ മഴ സമയത്താണ് 2-3 അറ്റംപ്റ്റ് നടത്തി. മറ്റു രീതിയിലുള്ള കൊല്ലാനുള്ള പരിപാടി ആയിരിക്കണം. അതിനെ പാപ്പച്ചനെ കിട്ടിയില്ല. എപ്പോഴും സൈക്കിൾ ഉരുട്ടി പോകുന്ന സൈക്കിളെ യാത്ര ചെയ്യുന്ന ആളാണ്. എന്തായാലും അത് ഇവരുടെ ആ ഒരു പരിപാടി നടക്കാതെ വന്നു കഴിഞ്ഞപ്പം പിന്നെ കാറിടിപ്പിച്ച് കൊല്ലുക എന്ന തീരുമാനത്തിലെത്തും. പക്ഷെ കൊട്ടേഷൻ കൊടുത്ത ഒരാൾ ഒരു ലേഡിയാണ്, ഇത്രയും സർവീസുള്ളതാണ്, ഇത്രയും പ്രായമുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു മത്തൂറ്റ് പോലെയുള്ള ധനകാര്യ സ്ഥാപനത്തിലെ ഒരു മാനേജറുമാണ്. അവരൊരിക്കലും ഇതുപോലെയുള്ള ഒരു സംഭവത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ലാത്തതാണ്. കാരണം മറ്റവൻ ആളെ കൊല്ലാൻ നടക്കുന്നതാണ് അനുമോനും മാഹീനും. അവർക്കത് പ്രശ്നമല്ല. ഇപ്പോൾ ഇതിനകത്ത് ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ മനസ്സിലായി. ആ CCTV ദൃശ്യത്തിനകത്തുനിന്ന് ഒരു മനുഷ്യനെ നിഷ്കരണം അയാളുടെ സൈക്കിളിൻ്റെ ബാക്കിൽ ചെന്ന് ഇടിച്ച് അതിൻ്റെ പുറത്തൂടെ വാഹനം കയറ്റി അയാൾ വീണെന്ന് കഴിഞ്ഞപ്പോൾ അയാളുടെ തലയിൽ കൂടെ വണ്ടി കയറ്റി തന്നെ പോകുന്ന രീതിയിലാണ് ആ CCTV ദൃശ്യം കാണുന്നത്. എത്ര ക്രൂരമായ ഒരു കൊലപാതകമാണ് പണത്തിന് വേണ്ടി. എനിക്ക് ഓർമ്മ വരുന്നത് ചില ചിമ്പൻസികളുടെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർ തങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരാളെ കൊല്ലാൻ തീരുമാനിക്കും. തീരുമാനിക്കുമ്പോൾ ആ ചിമ്പൻസിക്ക് അത് മനസ്സിലാവും. അത്
വനത്തിനകത്ത് ചില മരങ്ങളിലേക്ക് കൂടി ചാടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ പോയി ഹണ്ട് ചെയ്ത് ആ ഒരെണ്ണത്തിനെ പിടിച്ച് അതിനെ തല്ലിക്കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. എത്ര ക്രൂരമായ ഒരു കൊലപാതകമാണ്. ആ മൃഗങ്ങളാണേലും അതിൻ്റെ കുറച്ചുകൂടെ അപ്പുറം സഞ്ചരിക്കുന്നവരാണ് ഈ മനുഷ്യർ എന്ന് മനസ്സിലായി. കാരണം ഒരാളെ കൊന്ന് അയാളെ നിഷ്കരണം ജീവനോടെ നടക്കുന്ന, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത, പാടുപെട്ട് ഒരു ജന്മം മുഴുവൻ സമ്പാദിച്ച പണം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഒരു ബാങ്കിൽ കൊണ്ട് അത് ഇയാളെ കൊന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചവർക്ക് തീർച്ചയായിട്ടും സമൂഹം അല്ലെങ്കിൽ കോടതി ഒരിക്കലും ഒരു കാരണവശാലും ആ കേസ് വിട്ടുപോകില്ല. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ. ഇങ്ങനെയുള്ളവർ നമുക്ക് സമൂഹത്തിൽ ആവശ്യമില്ല. അവരെത്ര വിദ്യാഭ്യാസം ലഭിച്ചാലും ശരി, അവരുടെ മനസ്സ് ഈ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. പണമില്ലാതെ വന്നു കഴിഞ്ഞാൽ മറ്റൊരാളെ കൊണ്ട് പട്ടിണി ഇരിക്കുക അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോവുക എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ നിൽക്കില്ല. മോഹങ്ങൾ അധികം ഒന്നും പാടില്ല. കാരണം ഇതുപോലൊരു ജോലി കിട്ടി ആ ജോലിയുടെ ഇതിൽ ഇരിക്കുമ്പോൾ നമുക്ക് പലതും പണം ഉണ്ടാക്കാൻ പലതും തോന്നും. ലക്ഷറി ലൈഫാണ്. ഹോട്ടലിൽ നിന്നും 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കും, കാറിൽ സഞ്ചരിക്കും, വലിയ വീടുകൾ പലരിൽ നിന്നും വായ്പ എടുത്ത് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വെക്കും. അങ്ങനെ ഒരു സുഖലോലുപതയെ കഴിയുന്നവർ ഒരാളെ കൊന്നാലും വേണ്ടില്ല, തങ്ങൾക്ക് പണം വെട്ടണം, തങ്ങളുടെ കാര്യം നടക്കണം എന്നൊരു ചിന്ത പൊതുവെ പലർക്കും ഇപ്പോൾ സമൂഹത്തിൽ വരുന്നുണ്ട്. കാരണം ഒരു ജോലിയിൽ മാനമായ ശമ്പളം കിട്ടും, കഷ്ടിച്ചാണേലും നമുക്ക് പട്ടിണിയില്ലാതെ ഒരു വീട് കഴിഞ്ഞു പോകും. സരിതയുടെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും സർക്കാർ സ്കൂളിൽ തന്നെ അയക്കുക, അല്ലാതെ വേറെ വലിയ ലക്ഷറി അല്ലെങ്കിൽ വലിയ ഫീസുള്ള കോളേജിലോ സ്കൂളിലോ ഒന്നും അയക്കരുത്. നമ്മൾ ഒതുങ്ങി ജീവിക്കാൻ തന്നെ പഠിക്കണം. അങ്ങനെ പഠിച്ചു പോയവരെല്ലാം വിദേശത്തു നിന്നൊക്കെ ജോലിയെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പം മടങ്ങാൻ തുടങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഈ പാപ്പച്ചനെ കൊല്ലാൻ 3 അറ്റംപ്റ്റ് നടക്കാതെ വന്നപ്പോഴാണ് ഈ ഒരു കൊലപാതകം നടന്നത്. ഇതിനകത്ത് ഏതായാലും 4-5 മാസം കൊണ്ട് ഒരു ആക്സിഡൻറ്റ് കേസായിട്ട് കുറവ് ചെയ്യാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നു കഴിഞ്ഞെങ്കിലും ഈ CCTV ദൃശ്യ ചില സംശയങ്ങൾ. കാരണം ഇതിനകത്ത് സരിതയെ ഈ പാപ്പച്ചൻ്റെ ബാങ്ക് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ചില തരികിട വേലകൾ കണ്ടു എന്ന് മനസ്സിലായി. ഏതായാലും അനുമോൻ്റെ എന്ന ഗുണ്ടയുടെ അക്കൗണ്ടിൽ പല ലക്ഷക്കണക്കിന് രൂപ വന്നു പോകുന്നത് കണ്ടു. ഏതായാലും കൊല്ലം ഈസ്റ്റ് പോലീസ് ഈ പ്രതികളെ കസ്റ്റഡി വാങ്ങിച്ചു. ചോദ്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതിനകത്ത് ഇപ്പം 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 5 പേരും സരിത, അനുമോനെ, അതുപോലെ തന്നെ അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫായിരുന്ന അനൂപ്, പിന്നെ അനുമോൻ്റെ സുഹൃത്ത് മാഹീനെ, ഷസീസ്, വാടകയ്ക്ക് കൊടുത്ത കാറുകാരന്. എന്ത് വന്നാലും ശരി ഇവരുടെ എല്ലാവരുടെയും ഓരോ ബാങ്കിലുള്ള അക്കൗണ്ട് പരിശോധിക്കണം. ആ ബാങ്കിലെ അക്കൗണ്ടിനകത്ത് പല ബാങ്കിൽ നിന്ന് പണം വന്നിട്ടുണ്ട്. ആ വന്നിരിക്കുന്ന പണം ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ട് ഇവർ ചിലവാക്കിയിട്ടുണ്ട്. 1 രൂപ ആയാലും ശരി ഏതൊക്കെ ബാങ്കിൽ നിന്ന് ഇവരുടെ ബാങ്കിലേക്ക് പണം വന്നു, അവിടെ ആരെങ്കിലും വാഹനം ഇടിച്ച് മരിച്ചിട്ടുണ്ടോ, ലോറി ഇടിച്ച് മരിച്ചിട്ടുണ്ടോ, കാർ ഇടിച്ച് മരിച്ചിട്ടുണ്ടോ, സ്കൂട്ടർ ഇടിച്ച് മരിച്ചിട്ടുണ്ടോ, മിസ്സിംഗ് ഉണ്ടോ, ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ 5 പേരെ ചോദ്യം ചെയ്യുന്നതിന് കൂടെ ബാങ്കിലെ മുഴുവൻ അവരുടെ ഏതൊക്കെ ബാങ്കിൽ കേരളത്തിലുണ്ടോ എന്നു മുതലാണ് അവരുടെ പ്രത്യേകിച്ച് അനുമോനും ആ പ്രൊഫഷണൽ ഗുണ്ടകളുടെ അക്കൗണ്ടിൽ അത് ഒന്നും വിടാതെ ഈസ്റ്റ് പോലീസ് അത് പരിശോധിക്കണം. വളരെ നല്ല കാര്യമായ ജോലി വരുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. കാരണം ലോക്കൽ പോലീസ് ആണെങ്കിലും ഇത് ക്രൈംബ്രാഞ്ചിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. ഇത് കണ്ടെത്തിയ അവിടുത്തെ SHOയും അവിടുത്തെ സിവിൽ പോലീസ് ഓഫീസേഴ്സിന് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അവർ ചെയ്യേണ്ടത് ഇത്രയും പേരുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ നോക്കിയിട്ട് അവരുടെ ബാങ്കിലേക്ക് വന്ന അക്കൗണ്ടിലെ പണം എവിടെ നിന്നൊക്കെ വന്നു അവരെയൊക്കെ പേഴ്സണലായിട്ട് കാണാം. നല്ലൊരു ജോലിയാണിത്. പേഴ്സണലായി കണ്ട് അവരിൽ ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ, അവരെ ആരെങ്കിലും വാഹനം ഇടിച്ച് മരിച്ചിട്ടുണ്ടോ. തിരുവനന്തപുരത്ത് സരിത എന്ന് പറയുന്നത് പക്ക ക്രിമിനലാണെന്ന് നമ്മൾ വിചാരിച്ചോണം. കാര്യം തിരുവനന്തപുരത്ത് വാഹനം കച്ചവടം ചെയ്യുന്ന, സെക്കൻഡ് ഹാൻഡ് വാഹനം കച്ചവടം ചെയ്യുന്ന, ഫൈനാൻസ് ഇടുന്ന ഒരു ജോലി ചെയ്ത വ്യക്തിയാണ് ഈ കുറുകരത്വത്തിൻ്റെ പിന്നിലെന്നും അവളുടെ ബ്രെയിനിലാണ് ഇത് ഉദിച്ചതെന്നും യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആ സ്ത്രീയുടെയും അവരുടെ കൂട്ടുപ്രതികളുടെയും മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും ഓരോ രൂപയും ഏത് ബാങ്കിൽ നിന്ന് വന്നു അവിടെ ആരെങ്കിലും ഇതുപോലെ മരണപ്പെട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു കൊട്ടേഷൻ വാങ്ങിയ ആ അനിമോനെ പറ്റി കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ പാപ്പച്ചൻ്റെ ഭാര്യയും മകളും ഒക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്ക് ഒരു സംശയം ഉദിച്ചതാണ് ഈ ഒരു കേസ് ഡിറ്റക്ഷനിലോട്ട് പോകാൻ കാരണം. ഏതായാലും പാപ്പച്ചന് 86 ലക്ഷം രൂപയിൽ എത്ര ലക്ഷം രൂപ സരിതയും മറ്റൊരു അമക്കി എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടാവും ഇതുവരെ.
ബാക്കി എത്ര രൂപ ഉണ്ട് അവരുടെ ലീഗൽ എയേഴ്സിന് അത് കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഗുണ്ട വേറെ എത്ര ഗുണ്ടകളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, അവരെ ആ ഗുണ്ടകളെല്ലാം ഇയാൾ കൊട്ടേഷന് പോയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. പലരുടെയും മരണം ട്രാഫിക് ആക്സിഡൻറ്റ് മുഖേന ഉണ്ടായി എന്ന് പോലീസ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അത് മുഴുവൻ ഈ ഒരു സംഭവത്തോടു കൂടി ഈ ഒരു മോഡസ് ഓപ്പറാണ്ടിയുള്ള കേസുകളാണ് ഇത്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. ലോക്കൽ പോലീസ് തന്നെ മതി. കാരണം ജോലിത്തിരക്കുണ്ടെങ്കിൽ ശരി, അവർ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനൊരു ഇൻട്രപ്ഷൻ വരണ്ട, ക്രൈംബ്രാഞ്ചും വരണ്ട, ആരും വരണ്ട. അവിടുത്തെ DYSP ആ SHO ഇത് സമയമെടുത്താണേലും ശരി, ഇത് തുടരെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്.